കേരളത്തിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ആണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കുന്ന ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കിഫ്ബിയും മുൻ ധനമന്ത്രി ടി.എൻ. തോമസ് ഐസക് നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. പുതിയ സമൻസ് അയച്ചതിൽ ഇ.ഡി. ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി ഇ.ഡി. തോമസ് ഐസക്കിന് 2 തവണ സമൻസ് നൽകിയിരുന്നുവെങ്കിലും ഐസക് ഹാജരായിട്ടില്ല. ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്നാണ് തോമസ് ഐസക്കിന്റെ നിലപാട്. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഡൽഹി മുഖ്യമന്ത്രി ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിൽ തുടരുന്ന പശ്ചാത്തലവും ഒക്കെയാണുള്ളത്. വിഷയം മറ്റൊന്നാണ്, പക്ഷെ സമാനമായ നിലപാടാണ് തോമസ് ഐസക് സ്വീകരിച്ചിട്ടുള്ളത്. ചെന്നില്ല എങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും കോടതിയിലേക്ക് വിഷയം വരുമ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും പോലും വളരെ പ്രധാനപ്പെട്ടതായി മാറില്ലേ? അതെ അഭിലാഷ്, കഴിഞ്ഞ 7 തവണയാണ് കിഫ്ബി ഇ.ഡി. തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത്. ഈ 7 തവണയും നോട്ടീസിൽ ഹാജരായില്ല എന്ന് തന്നെയാണ് ഹാജരാകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് തോമസ് ഐസക് എടുത്തത്. അതേസമയം കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ കിഫ്ബിയും തോമസ് ഐസക്കും സമർപ്പിച്ച ഹർജികളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇ.ഡിയോട് ചോദിച്ചിരുന്നു, ഇത്ര അർജന്റായിട്ട് തോമസ് ഐസക് ഹാജരാകേണ്ട സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു സാഹചര്യം എന്താണെങ്കിലും അത് കോടതിയെങ്കിലും കുറഞ്ഞ പക്ഷം ബോധ്യപ്പെടുത്തണമെന്ന് ഇ.ഡിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് മുൻപത്തെ തവണ ഹർജി പരിഗണിക്കുമ്പോഴാണ് തോമസ് ഐസക്കിന് നേരെ കടുത്ത നടപടികൾ ഇ.ഡി കൈക്കൊള്ളാൻ തൽക്കാലത്തേക്ക് പാടില്ല എന്നൊരു ഇടക്കാല ഉത്തരവ് കോടതി പ്രഖ്യാപിച്ചത്. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോഴും കോടതി അതേ നിലപാട് തുടരുകയായിരുന്നു. അതായത് ഇന്ന് വരെ, ചൊവ്വാഴ്ച വരെ ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോഴും ഇതേ നിലപാട് തന്നെ കോടതി തുടരാനാണ് ആവശ്യപ്പെട്ടത്. തോമസ് ഐസക് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളുണ്ട്. ഈ കാര്യങ്ങൾ കൂടി മാനിച്ചായിരിക്കാം ഒരു പക്ഷേ ഹൈക്കോടതി ഇങ്ങനൊരു നിലപാട് കൂടി സ്വീകരിച്ചത്. എന്നാൽ തോമസ് ഐസക്കിനോട് കോടതി ആരാഞ്ഞിട്ടുണ്ട്, അത്ര ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം ഹാജരായി കൂടെ, അതിനെന്താണ് തടസ്സമെന്നും ഹൈക്കോടതി തോമസ് ഐസക്കിനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. കിഫ്ബി നടത്തിയ ഇടപാടുകളിൽ, മസാല ബോണ്ടുകളുടെ ഇടപാടുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനല്ലാതെ ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് ഇ.ഡിയുടെ വാദം. ഈ വാദം തെറ്റാണെന്നും കിഫ്ബി മാത്രമല്ല മസാല ബോണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതെന്നും തോമസ് ഐസക്കും കിഫ്ബിയും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, താൻ 3 വർഷം മുൻപ് ധനമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നു ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ അധ്യക്ഷനെന്നും മുഖ്യമന്ത്രി ഉൾപ്പെട്ട, അതായത് ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ്, മുഖ്യമന്ത്രി അറിയാതെ ഒരു ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്നും തോമസ് ഐസക് മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ട് ഒരു 2 മാസം മുൻപ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനം വിവാദത്തിലാവുകയും ചെയ്തതാണ്. എന്നിരുന്നാലും ആ സമയത്ത് ധനമന്ത്രി ആയിരുന്ന തന്നെ ഇപ്പോഴെന്തിനാണ്, ഇതിലൊരു പങ്കുമില്ലാതെ തന്നെ ഇപ്പോഴെന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടി തോമസ് ഐസക് ആരാഞ്ഞിട്ടുണ്ട്. ഇ.ഡി മനഃപൂർവ്വം ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്ന് കിഫ്ബിയും തോമസ് ഐസക്കും കോടതിയിൽ ആരോപിച്ചിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും തോമസ് ഐസക്കിനെ എതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളരുത് എന്നുള്ള ഇടക്കാല ഉത്തരവ് ഇന്ന് വരെയാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. അത് ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അഭിലാഷ്, റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഒരു പക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകാം. ഇന്ന് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഇ.ഡിക്കുള്ള മുന്നോട്ടു പോക്കിനെയും ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ്.